അസ്സലാമലൈക്കും. ചത്തിരിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഒത്തിരി സന്തോഷത്തോടു കൂടി ഒരു കാര്യം നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ചില ദിവസങ്ങളുണ്ടാവില്ലേ, അതിൽ തന്നെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഒരു ദിവസം, അങ്ങനെയുള്ളൊരു ദിവസത്തിലാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകാൻ പോകുന്നത്. അത് മറ്റൊന്നല്ല, എൻ്റെ രണ്ടാമത്തെ അനിയൻ്റെ കല്യാണമായിരുന്നു. നമ്മൾ ഒത്തിരി കാലങ്ങളായി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിവാഹമായിരുന്നു. അപ്പോൾ ആ ഒരു വിവാഹത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോയാലോ, ബാ. ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിന് വളരെ സന്തോഷവും അനുഗ്രഹീതവുമായ ഒരു ദിവസമാണ്. എൻ്റെ പ്രിയപ്പെട്ട ഈ ഒരു അനിയൻ്റെ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്ന ഒരു മനോഹരമായ നിമിഷമാണ് ഇന്നിവിടെ നടക്കാൻ പോകുന്നത്. എറണാകുളത്ത് വെച്ചിട്ടാണ് ഈ ഒരു വിവാഹം നടന്നിരുന്നത്. ഇപ്പോൾ വിവാഹം നടന്നിട്ട് കുറച്ച് നാളായി, പക്ഷേ നമുക്ക് വീഡിയോ ഇപ്പോഴാണ് ഇടാൻ പറ്റുന്നത്. അപ്പോൾ അത് രാവിലെ തന്നെ അനിയനും ഞങ്ങളും എല്ലാം ഒരുങ്ങാൻ തുടങ്ങി. എനിക്കൊന്ന് അനിയനേക്കാളും നമ്മളൊക്കെയാണ് ഒരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ കുറച്ച് ബന്ധുക്കളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലെ കല്യാണം നടക്കുമ്പോൾ ഒത്തിരി ബന്ധുക്കളൊക്കെ എത്തും. പക്ഷേ കേരളത്തിൽ വെച്ച് നടക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഷിപ്പ്, ടിക്കറ്റ് ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വളരെ കുറഞ്ഞ ബന്ധുക്കൾ മാത്രമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മുടെ പുതിയണ്ണിൻ്റെ വീട്ടുകാർ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണം കഴിക്കുന്നത് കേരളത്തിൽ നിന്നല്ല, കല്യാണം ചടങ്ങുകൾ നടക്കുന്നത് കേരളത്തിലാണ്. ലക്ഷദ്വീപുകാരിയായിട്ടുള്ള സാനിയ ഡോക്ടറാണ്, അവരാണ് വധു. എൻ്റെ അനിയനും ഡോക്ടറാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെയും വിവാഹമാണ് നടക്കാൻ പോകുന്നത്. പിന്നെ അവർ എറണാകുളം സെറ്റിൽഡ് ആയതുകൊണ്ടാണ് നമ്മൾ എറണാകുളത്ത് വെച്ചിട്ട് ഈ ഒരു വിവാഹം നടത്താൻ തീരുമാനിച്ചത്. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ എറണാകുളത്ത് ഈ ഒരു വിവാഹം നടത്താൻ തീരുമാനിച്ചത്. അങ്ങനെ അതിരാവിലെ തന്നെ നമ്മൾ വിളിക്കപ്പെട്ട കുറച്ച് ബന്ധുക്കൾ മാത്രം ഇങ്ങോട്ട് വന്നതാണ്. നമ്മളിപ്പോൾ താമസിക്കുന്നത് കേരളത്തിൽ, നമ്മൾ കറുകപ്പള്ളിയിലാണ് താമസിച്ചത്. അപ്പോൾ ആ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാവരെയും നമ്മൾ ഈ വിവാഹ ചടങ്ങുകളൊക്കെ നടക്കുന്നത് കളമശ്ശേരിയിലെ സമ്ര ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് തന്നെയാണ് നമ്മൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെയൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് പേര് മാത്രമാണ് ഇനി ഇവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ അനിയൻ നിക്കാഹിന് വേണ്ടിയിട്ട് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മളെല്ലാവരോടും യാത്ര ചോദിക്കും. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങുണ്ട്. യാത്ര ചോദിച്ചവർ സ്ഥിരമായിട്ട് അങ്ങോട്ട് പോകുന്നതല്ല, എങ്കിലും നമുക്കൊരു വിഷമം തോന്നും ഈ ഒരു സമയത്ത്. കാരണം ഇവരുടെ ആ ഭാര്യ വീട്ടിലാണ് നമ്മളെ ലക്ഷദ്വീപിൽ അവർ താമസിക്കുന്നത്. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് എല്ലാ ദിവസവും വരും, എന്നാലും നമുക്കൊരു വിഷമമൊക്കെ തോന്നും ഈ ഒരു സമയം. എന്നാലും ഈ ഒരു ചടങ്ങ് നമുക്ക് ഉള്ളതാണ്. അങ്ങനെ യാത്രയൊക്കെ ചോദിച്ച് അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചിട്ടാണ് ഒരു വിവാഹത്തിലേക്ക് നമ്മൾ ഇറങ്ങുക. വിവാഹത്തിൻ്റെ മുഹൂർത്തം 11:30 മുതൽ 12 മണി വരെയാണ്. അപ്പോൾ പുതിയപ്പള്ളിൻ്റെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പുതിയപ്പള്ളിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ഉള്ളതാണ് നമ്മുടെ നാട്ടിലെ ചടങ്ങുകളാണ്. നമ്മുടെ നാട്ടിൽ ഇതിനേക്കാളും കുറച്ചുകൂടി ഗ്രാൻഡായിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ അവരൊക്കെ വന്നു. പിന്നെ നമുക്കായിട്ട് പ്രത്യേകം വാഹനങ്ങളൊക്കെ തയ്യാറാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മുഹൂർത്തത്തിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം, ബ്ലോക്കും കാര്യമൊന്നും വരുന്നതിന് മുന്നേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അവർ വന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമുക്ക് നമ്മുടെ പുതിയാപ്പളയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അലങ്കരിച്ച് ആ ഒരു വാഹനത്തിലേക്ക് അങ്ങനെ കയറി. അങ്ങനെ കുറച്ച് സമയം കൊണ്ട് തന്നെ നമ്മൾ കളമശ്ശേരിയിലെ സമ്ര ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ എത്തിച്ചേർന്നു. അപ്പോൾ നമ്മളവിടെ വരുമ്പോഴേക്ക് തന്നെ നമ്മളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി പേര് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ പെണ്ണ്, ഡോക്ടർ സാനിയ. അപ്പോൾ നമുക്ക് കുറച്ച് വിശേഷങ്ങൾ അവരുടെ വീട്ടിലേത് കണ്ടിട്ട് വിവാഹം നടക്കുന്ന ആ ഒരു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിലോട്ട് പോകാം. അപ്പോൾ അതിനു മുമ്പ് കുറച്ച് വിശേഷങ്ങൾ അവരുടേത് കാണാം നമുക്ക്. ഈ കാണുന്നതാണ് നമ്മുടെ പുതിയണ്ണിൻ്റെ വീട്. അപ്പോൾ അവിടെ നിന്ന് അവരുടെ ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവരുടെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേരുണ്ട്, അവരുടെ ബന്ധുക്കൾ ഒത്തിരി പേര് വന്നിട്ടുണ്ടായിരുന്നു വിവാഹത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവരും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്.
تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبختر ترجل بصوت وخيل فما لك في الأرض درب صحيح إلى الله عدنا وبالله نذنا ليطوى زمان بائس شحيح ليطوى زمان بائس شحيح. ഒരു സഹോദരി എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ വാപ്പ മരിച്ചതിന് ശേഷം ആണ് എൻ്റെ എല്ലാ അനിയന്മാരുടെയും വിവാഹം നടന്നത്. 4 ആങ്ങളമാരുണ്ട് എനിക്ക്. അപ്പം അതിൽ ഏറ്റവും നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്ന ഒരു വിവാഹമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ചെറുപ്പം മുതൽ തന്നെ എൻ്റെ കൂടെ ചിരിച്ചും കളിച്ചുമൊക്കെ ഒരുപാട് നല്ല ഓർമ്മകൾ പങ്കിട്ടും വളർന്ന എൻ്റെ ഈ ഒരു സഹോദരൻ ഇന്നൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട ബന്ധങ്ങളിൽ ഒരു ബന്ധമാണ് നമ്മുടെ സഹോദര ബന്ധമെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് 4 ആങ്ങളമാരുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വളരെ അഭിമാനമുണ്ട്. കാരണം ഇവരുടെ പെങ്ങളായി ജീവിക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ. അൽഹംദുലില്ലാഹ്. تنحى يا حزن واهجر فؤادا توكل بجد بعزم فصيح فإني علمت بأنك نجوى ولبس خبيث مضل قبيح تبختر ترجل بصوت وخيل فما لك في الأرض درب صحيح إلى الله عدنا وبالله نذنا ليطوى زمان بائس شحيح ليطوى زمان بائس شحيح. ആമിക്കും ആമിയുടെ പ്രിയ വധു നമ്മുടെ ഡോക്ടർ സാനിയ, നമ്മുടെ പുതിയവണ്ണ്, അവർ രണ്ടുപേർക്കും ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും ഒരുമിച്ച് ആഘോഷിക്കുകയും പ്രയാസങ്ങളിൽ പരസ്പരം താങ്ങായി നിൽക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തതായിട്ടാണ് നമ്മുടെ ബ്രൈഡിൻ്റെ എൻട്രി. അപ്പോൾ നമുക്കത് കാണാം. तेरी खुशबू से जगा है दिल, हर पल तेरा ही नाम लिया, खामोशियों में भी बोल उठा, मैंने तुझे ही थाम लिया. तू पास आए तो सांस चले, दिल के अंदर सारा जहां जले, तेरे बिना सब अधूरा लगे, आके मेरे साथ रहे. तेरे इश्क में खो जाऊं, तेरे इश्क में रोज नया हो जाऊं, तेरे इश्क तू हाँ कहे तो जी लूं, तू पास रहे तो गाऊं. तेरी हंसी मेरी सुबह बने, तेरी नजर मेरी दुआ बने, जब तू चले मेरे साथ सनम, हर राह मेरी वफा बने. तू पास आए तो सांस चले, दिल के अंदर सारा जहां जले, तेरे बिना सब अधूरा लगे, आके मेरे साथ रहे. तेरे इश्क में खो जाऊं, तेरे इश्क में रोज नया हो जाऊं, तेरे इश्क तू हाँ कहे तो जी लूं, तू पास रहे तो गाऊं. रात को भी दिन बना दे, मेरी तन्हाई मिटा दे, एक तेरे नाम पे धड़कन अपनी दुनिया सजा दे. तेरे इश्क में खो जाऊं, तेरे इश्क में रोज नया हो जाऊं, तेरे इश्क तू हाँ कहे तो जी लूं, तू पास रहे तो गाऊं.
വിവാഹം എന്നത് ഒരുമിച്ച് ജീവിക്കുക എന്നതിലുപരി പരസ്പരം മനസ്സിലാക്കുക, ബഹുമാനിക്കുക, സന്തോഷത്തിലും പ്രയാസങ്ങളിലും കൈകോർക്കുക എന്നതാണ്. ജീവിതത്തിൽ എത്ര തിരക്കുകളും പ്രതിസന്ധികളും വന്നാലും ഞാൻ കൂടെയുണ്ട് എന്നൊരു വാക്കിൻ്റെ കരുത്ത് പരസ്പരം നൽകാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്ന് ആരംഭിക്കുന്ന ഈ പുതിയ ജീവിതയാത്രയിൽ സ്നേഹം എന്നും നിങ്ങളുടെ വീടിൻ്റെ വിളക്കായിരിക്കട്ടെ. സന്തോഷം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. പരസ്പര വിശ്വാസവും ബഹുമാനവും നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ പ്രഭാതവും പ്രതീക്ഷകളാലും ഓരോ സായാഹ്നവും സന്തോഷങ്ങളാലും നിറയട്ടെ. ഒരുമിച്ച് കാണുന്ന സ്വപ്നങ്ങൾ ഒന്നൊന്നായി യാഥാർത്ഥ്യമാകട്ടെ. 2 ഹൃദയങ്ങൾ ഒന്നാകുന്ന ഈ മനോഹര വേളയിൽ അള്ളാഹു നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും ഐശ്വര്യവും അനുഗ്രഹങ്ങളും നിറയ്ക്കട്ടെ. ഇന്നത്തെ ഈ സന്തോഷം എന്നും നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കട്ടെ. എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും സർവശക്തൻ നിങ്ങൾക്ക് നൽകട്ടെ. आधा तेरा इश्क आधा मेरा, ऐसे हो पूरा चंद्रमा। ओ तारा तेरा एक तारा मेरा, बाकी अंधेरा आसमां। न तेरे संग लागे बांधे जो पीपल पे धागे, इस सुरम के धारे बहते हैं नजरे बचा के। बदरंग में सतरंगा है ये इश्क रे, जोगी में और गंगा है ये इश्क रे। बदरंग में सतरंगा है ये इश्क रे, जोगी में और गंगा है ये इश्क रे। माथे से लगा लूं हाथ, छू के मैं पैर तेरे।